ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗെയിം എന്ന് തന്നെ അറിയാം. ഇന്നത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ആക്ടേഴ്സ് ആൻഡ് പുതിയ ആക്ടേഴ്സ്. പഴയ ആക്ടേഴ്സിന് സമയം പരിചയപ്പെടുത്തി കൊടുക്കും, പുതിയ ആക്ടേഴ്സിന് അമ്മക്കും പരിചയപ്പെടുത്തി കൊടുക്കും. ആരാ അത് മനസ്സിലാക്കുന്നതെന്നാണ് ഇന്നത്തെ ചലഞ്ച്. ഇന്നത്തെ ചലഞ്ചിന്റെ പ്രൈസ് 500 രൂപയാണ്. 15 ആക്ടേഴ്സിനായിരിക്കും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഒരാളെ നിനക്ക് കാണിച്ചു തരും, മറ്റൊരാളെ അമ്മക്ക് കാണിച്ചു തരും. അത് കണ്ടുപിടിച്ചിട്ട് 15ന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആരാണോ വിജയിക്കുന്നത് അല്ലെ പറയുന്നത് ഓർക്കായിരിക്കും ഇന്നത്തെ 500 രൂപ. ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നേരെ പോവല്ലേ. ആദ്യം ആരോടെ ചോദിക്കണ്ടേ? അമ്മേനോട് ചോദിക്കല്ലേ. ഫോട്ടോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് മൊബൈലിന്റെ അകത്ത്. അപ്പൊ ഇനി ആദ്യം തന്നെ നമ്മൾ അമ്മേനോടാണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആള് ഇതാണ്. ആരാണ് അമ്മേ? കുറച്ചൊച്ചത്ത് പറഞ്ഞ നമ്മള് പ്രഷർ കേൾക്കട്ടെ. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ. കറക്റ്റ് ആൻസർ. അപ്പൊ അമ്മേന്റെ മാർക്ക് അമ്മ ഓർത്ത് വെച്ചോളാം. 1 മാർക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സനുവിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഇതാണ് ആള് ഗൈസ്. ആരാണ്? റൈറ്റ് ആൻസർ. 1-1 ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് അമ്മേനോടാണ് ചോദിക്കാൻ പോകുന്നത്. ഇതാണ് ഗൈസ് ചോദിക്കാൻ പോകുന്നത്. ആരാണ്? അറിയൂല? 1 2 3 4 5. ഇത് നീരജ് മാധവാണ്. അപ്പൊ അമ്മേനോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാല് അമ്മക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ 2-ൽ 1 ഇപ്പൊ അമ്മ. അടുത്തായിട്ട് സനുവിനോടാണ് ചോദിക്കാൻ പോകുന്നത്. അടുത്ത ആക്ടർ ഇതാണ് ഗൈസ്. ഇതാരാണ്? മുരളി സാറാണ് ഗൈസ്. അപ്പോ റൈറ്റ് ആൻസർ ആണ്. 2-ൽ 2, 2-ൽ 1. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നത് സനുവാണ്. 1 പോയിന്റിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇതാണ് ഗൈസ്. നമുക്ക് പറയാനാവോ നോക്കാം. ഇങ്ങനെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സിനെ അമ്മക്ക് മനസ്സിലാവുമെന്ന്. അമ്മ ഓൾഡ് ആയതുകൊണ്ടാണ് അമ്മക്ക് ഇത് കൊടുത്ത്. ആരാണ് കണ്ടുപിടിക്കുക? അടുത്ത ആൾ ഇതാണേ ഗൈസ്. ആരാണ്? പഴയ അമ്മ. പഴയ അമ്മ പറയട്ടെ. 1 2 3 4 5. അതും നമുക്ക് മനസ്സിലായിട്ടില്ല. നിഖില വിമലല്ലേ? നിഖില വിമലാണ്. ഇത് 3 ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ അകത്ത് ഒറ്റ മാത്രമാണ് നമ്മ പറഞ്ഞിട്ടുള്ളത്. അടുത്ത നെക്സ്റ്റ് സനുവിനോടാണ്. അവിടെ കാണിച്ചിരുന്നല്ലോ, ഒന്ന് ഓർത്ത് വെക്കണേ. അടുത്തായിട്ട് ഇതാണ് ഗൈസ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സനുവിന് വേണ്ടിയിട്ട്. ആരാണ് സനു? സനുവിനോട് എത്രാമത്തെ ക്വസ്റ്റ്യനാ? മൂന്നാമത്തെ ക്വസ്റ്റ്യനില് കറക്റ്റ് പറയൂ. തലൊന്ന് പൊക്കി പിടിക്കാൻ ശേഷം. ആരാണ്? 1 2 3 4 5. ഉണ്ണികൃഷ്ണൻ സാർ. അപ്പൊ നമുക്ക് എന്നോട് എനിക്ക് കറക്റ്റ് അറിയാം, പക്ഷെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ 3 ക്വസ്റ്റ്യനിൽ 2 ശരി, 1 ശരി. 4ാമത്തെ ക്വസ്റ്റ്യൻ അമ്മേനോട് ചോദിക്കാൻ പോവാണ്. ഇപ്പൊ പഴയത് എടുത്തിട്ട് അമ്മ കാണിച്ചു കൊടുക്കുമായിരുന്നു. അടുത്തതായിട്ട് ഇതാണ് ഗൈസ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആരാണ് അമ്മേ? ദർശന. കയ്യടിക്ക്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യനാ? 4-ൽ 2. അപ്പൊ 3-2. അപ്പൊ ഇതാ അടുത്തായിട്ട് സാനുവിനോടാണ് ചോദിക്കാൻ പോകുന്നത്. ഇതാണ് ഗൈസ്. ആരാണോ? എത്ര? 4-3 4-3. എനിക്ക് 4 ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. 3-2. അപ്പൊ ഇപ്പൊ ടൈപ്പിലല്ല പോകുന്നത്. 3-2 ഇപ്പൊ മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ അതിഗംഭീരമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 500 രൂപയുടെ ചലഞ്ചാണ്. അടുത്ത അമ്മേനോടാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ആരാണ് അമ്മ കറക്റ്റ് ആയിട്ട് പറയുക. ഇതാണ് ഗൈസ്. ഇതാരാണ്? റൈറ്റ് ആൻസർ. 5ാമത്തേല് 3 ശരിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സനുവിനോടാണ്. മസാജ് വരുന്നുണ്ടല്ലോ.
അടുത്ത ആളിതാവേ അഞ്ചാമത്തെ സനുവിനോട് ചോദിക്കാൻ പോവാണേ. ആരാളെ പഴയ ആൾക്കാരുടെ സനുവിന് വലിയ പിടുത്തം തോന്നുന്നു കേട്ടോ ഗൈസ്. നല്ല നല്ല ആക്ട്രസ് ആണ് ഗൈസ്. അതുകൊണ്ടാണ്. അടുത്തത് അമ്മേനോടാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ അമ്മേനോട് ചോദിക്കുവാണ്. 15 ക്വസ്റ്റ്യൻ തന്നെ ഉള്ളത്. അപ്പൊ ഇതാണ് ആള്. 6 പരമേശ്വരനല്ല, അല്ല അല്ല. ആരാള്? 1 2 5 അനശ്വര രാജനാണ് ഗൈസ്. 6 ഇപ്പൊ എത്ര ശരിയാക്കി? അപ്പൊ ഇത് ഗൈസ് ഇപ്പൊ പോയിന്റ് നിലവാരം നോക്കുകയാണെങ്കിൽ 6 3 ഇപ്പൊ അമ്മ പറഞ്ഞിട്ടുള്ളത്. 5 4 പറഞ്ഞിട്ടുണ്ട് സാനു. അപ്പൊ അതിന് 6ാമത്തെ ക്വസ്റ്റ്യൻ സാനുവിനോട് ചോദിക്കാൻ പോവാണ്. മെസ്സേജുകൾ അതാണ് പ്രശ്നം. ഇതാണ് ഗൈസ്. ആരാണ്? അറിയില്ല. 1 2 3 4 5 ജനാർദ്ദനൻ. ഇപ്പൊ എത്രയാളെ? 6 4. അതുപോലെ 7ാമത്തെ ക്വസ്റ്റ്യൻ അമ്മേനോട് ചോദിക്കാൻ പോവാണ്. ഇത് നമ്മൾ വെച്ചിട്ടില്ലല്ലോ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇയാളാണ് ഗായ്സ്. 7 3 കല്യാണി പ്രിയദർശൻ. കല്യാണി പ്രിയദർശൻ ഗായ്സ്. 7 4 6 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് സനുവിനോട്. ആരെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. അടുത്ത ആള് തന്നെ പറഞ്ഞോളൂ സനു. എത്രാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. ബാലൻ കെ നായർ. എന്തിനായ ഡയലോഗ്, മെയിൻ ആയിട്ടുള്ള ഡയലോഗ് ബാലൻ കെ നായരുടെ എന്തോ ഡയലോഗ് ഉണ്ട് ഗൈസ്, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഇതാ 4 4 നിൽക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇനി അമ്മേനോട് ചോദിക്കാൻ പോവാണ്. ആള് ഇതാണ് ഗൈസ്. 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൾ അറിയാം. എന്താണ് വായന? അമ്മ ഒച്ചത്ത് പറഞ്ഞോ, പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. 8ാമത്തെ ക്വസ്റ്റ്യനില് 5 റെഡി ആക്കിയിട്ടുണ്ട്. അടുത്ത 8ാമത്തെ സനുവിനോടാണ്. സനുവിന് അറിയാമോ ആവോ? മാള. 5 ഗൈസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ 9 ഗൈസ്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ്? അടുത്തത് ഇപ്പത്തെ 9 ക്വസ്റ്റ്യനില് 6 അല്ലേ? 9 6 ഹണി റോസിനോട് തകർത്തിരിക്കുന്നു. അടുത്ത ആരാണ്? സുകുമാരി. 2 കൈകൾ കൂട്ടിമുട്ടിയാലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. പുതിയ ആൾക്കാരുടെ ഇത് നമ്മൾ വെച്ചിട്ടില്ലല്ലോ. ഇതാണ് ഗൈസ്. യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ള ഒരാളാണ്. ആരാണ്? റൈറ്റ് ആൻസർ. ഇപ്പൊ എത്ര മാർക്ക് പോകുന്നത്? 10ൽ 7. നിങ്ങളെ മാർക്ക് ഓർത്ത് വെക്കണേ, എല്ലാം കൂടി തെറ്റിപ്പോവും. 10ൽ 7. അടുത്തായിട്ട് സനുവിനോടാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഇതാരാണ്? അല്ല സോറി, ഇതാരാണ്? 7 ഗായ്സ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് ഇയാൾ കാണിച്ചില്ലല്ലോ. ആരാണ്? അല്ല സോറി, മറന്നു പോന്ന ഗൈസ്. അല്ല സനു. ആരാണ്? 500 പൈസ ഇതാ കൈകളിൽ ഭദ്രമാണ്. ഇതാ 500. 11 ക്വസ്റ്റ്യൻ ചോദിച്ചു. എത്രയാണ് ശരി? 8. അടുത്തതായിട്ട് സനുവിനോട് ചോദിക്കാൻ പോവാണ്.
ഇത് നമ്മൾ കാണിച്ചല്ലേ. അടുത്ത ആളിതാ കണ്ണു തുറക്കടാ. റൈറ്റ് ആൻസർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പിടിച്ചാൽ നമ്മളിപ്പോ 500 രൂപ പകുതി മുറിച്ചു കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത്. അടുത്ത അമ്മേനോടാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് ഗൈസ്. ഇത് രേഷം അമ്മ രേഷം ഒന്ന് ടൈറ്റ് ആവും എനിക്ക് തോന്നുന്നത്. ഇല്ല. ആരാ? പെപ്പെ. എത്ര ഇപ്പൊ 12ന്റെ 9 ശരിയായിട്ടുണ്ട്. കറക്റ്റ് മാർക്ക് ഓർത്ത് വെക്കുക. ഇത് സനുദേശം ടൈറ്റ് ആകും ഗായ്സ്. ഇതിനെ ടൈറ്റ് ആവില്ലേ? ആരാണ് ഇത്? എന്താ സംഭവിച്ച സാധനം ഒന്ന് താഴ്ത്തി കെട്ടാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിയിട്ടില്ലേ. ആരാണ്? നമ്മൾ താഴെ അല്ലല്ല ഓളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ്? ബാലൻ കെ നായരല്ല, തെറ്റുത്തരമാണ് ഗൈസ്. ഇതാരാണ്? ഭരത് ഗോപി ഗൈസ്. സംഭവം എന്ന് വെച്ചാല് എനിക്കും അറിയാം, ഞാൻ ആ ഫോട്ടോ ഒക്കെ തപ്പിയെടുത്തു. പക്ഷെ എന്താ പെട്ടെന്ന് മറന്നു പോകുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ ഭരത് ഗോപി. അപ്പൊ മാർക്ക് പറഞ്ഞോളൂ. എന്റേത് 9. സനുവിന്റെ അല്ല അമ്മക്ക് ഇപ്പൊ 10 ആയല്ലോ അല്ലേ? 10 മാർക്ക് അല്ലേ? 10 ആയില്ലേ? എന്റെ 10. സനുവിനോ? 9. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചെന്നറിയാം. അപ്പൊ 14ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഗായ്സ്. അമ്മേനോടല്ലേ പുതിയ ആക്ടേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. 14ാമത്തെ ആക്ടർ ഇതാണ്. ഇത് നമുക്ക് പറയാം ചിലപ്പോ കാളിദാസ്. അടി കൈയടിക്ക് അമ്മ അടിക്കൊണ്ടിട്ട്. അമ്മങ്ങളെ കാണുന്ന പോലെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അതന്നെ വീഡിയോക്ക് മുന്നിൽ മാത്രം. അപ്പൊ അടുത്തതായിട്ട് ഗോപിയൊക്കെ മുന്നിലേക്കാണ് പോയത്. അടുത്തത് അടുത്തതായിട്ട് സാനുവിനോട് ചോദിക്കാൻ പോലെ. എത്രാമത്തെ? 14ാമത്തെ. 14 14ാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ കൂട്ടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി അമ്മേനോട് ചോദിച്ച് നിർത്താം. അത്രയും ലാഗ് അടിച്ചോണ്ട് കഴിച്ചു. അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. എത്രാമത്തെ? അല്ല ഇതാരാ? ഇത് അറിഞ്ഞൂടെ ഗൈസ്? ഫിലോമിന ചേച്ചി. എന്തിനാണ് കൈയടിക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമ്മക്കോ സനുവിനോട് അല്ല സനുവിനാണോ ഇപ്പൊ ഇനി എന്താ മാർക്ക് അല്ല പൈസ എന്താണ് ഞാൻ പറയുന്നത്? അടുത്തായിട്ട് അമ്മക്കാണോ സനുവിനാണോ പൈസ കൊടുക്കുന്നത്? മുന്നിൽ ഇപ്പൊ എത്ര മാർക്കിന് മുന്നിലുള്ളത്? അല്ല എത്ര മാർക്ക്? ഇപ്പൊ 11. സനു 9 മാർക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും സനു ഇപ്പൊ അമ്മ തന്നെയാണ് ജയിക്കാൻ പോകാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 2 മാർക്കിനൊറ്റ മുന്നിൽ അമ്മയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അമ്മക്ക് അടുത്ത ആളെ കാണിച്ചു കൊടുക്കാം ഗൈസ്. കാണിച്ചതാ. ഇതാണ് ഗൈസ്. പറഞ്ഞോ? അല്ല ആരാണ്? ഇതാ മേലുള്ള ആള് മിയ. ഓഹോ എന്റെ മുഖത്ത് വിഷമൊന്നുമില്ലല്ലോ. ഇല്ല ഒരു വലിയ വിഷമമൊന്നും കാണുന്നില്ല. അടുത്തായിട്ട് സനുവിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഇത് എന്താ നമുക്കൊരു എന്താ വെറുതെ ഒന്ന് കൊടുത്തേക്കാം. ഇത് ഇനി ആളെ പറയാനാണെങ്കിൽ ഇനി പൈസ എടുത്തോ? അങ്ങനെയല്ല ആണോ? അടുത്ത ആളെ കാണിച്ചു തരാം ഗൈസ്. കാണിക്കാൻ പോകുന്ന ഇതാണ്. സനു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സനുവിന് 500 രൂപ കൊടുക്കാൻ അമ്മ സമ്മതമാണോ? നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് സനു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ 500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിജയിച്ച് ഇത്രയും ഗെയിമുകൾ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള അമ്മ 500 രൂപ കൊടുക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇയാളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ 500 രൂപ കൊടുക്കാന്നാണ്. ആരാണിത്? 1 2 3 4 5 40 കരഞ്ഞു. NF വർഗീസ് ആണിത്. അപ്പൊ സനു ഇതാ പൊട്ടത്തെറ്റാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഇന്നത്തെ ചാനലിന്റെ അകത്ത് ആരാണ് ജയിച്ചിട്ടുള്ളത്? അമ്മ അമ്മ ഓക്കേടി. ഇന്നത്തെ ചാനലിന്റെ 500 രൂപ ഇതാ ഗായ്സ്. അമ്മക്ക് കൊടുത്തു, അമ്മ എടുത്തോളൂ. അപ്പൊ ഇന്നത്തെ ചാലഞ്ചിന്റെ അകത്ത് അമ്മ ജയിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എന്താ പറയണ്ടേ, ഇത്രയും നല്ല എന്താ ന്യൂ ജനറേഷൻ എന്നല്ല പറഞ്ഞൂടാ, അത്രയും ജനറേഷൻ എന്നാലും ഇത്രയും സിനിമയൊക്കെ ഓർത്ത് വെക്കുന്ന ആക്ട്രസിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതിന് അമ്മ എന്തായാലും ഈ പൈസക്ക് അർഹയാണ്. ഈ സനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അറിയാം. എന്താ പറയണ്ടേ, വെറും മണ്ടത്തര. ആദ്യം ഒന്ന് ആദ്യം ശ്രമിച്ചെങ്കിലും സനുവിന് പിന്നെ ഒന്നും സാധിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ എന്താ സനു ഒന്നും കൂടി നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അടുത്തൊരു ഗെയിമിലേക്ക് നമ്മൾ അടിച്ച് പൊളിച്ച് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതുപോലത്തുള്ള ഗെയിമുകൾ ഇനി അല്ല ചലഞ്ചുകൾ ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ചേക്കുക, ബെല്ലൈക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും പറയണോ.